എല്ലാവരെയും കണ്ട് കണ്ട് ജനങ്ങൾ നിങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ് അപ്പാനി ശരത്തിരുന്ന് പറയുന്നത്. അപ്പം നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാകുമല്ലോ. മറ്റുള്ള സീസണുകളിൽ നിന്ന് വെച്ച് ഈ സീസൺ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടതാണെന്ന് പറയുന്നുണ്ട് അപ്പാനി. ജിസേലിനെ കണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ആരോ. അപ്പം പറയുകയാണ് ജിസേലിനെ ഒരു പ്രോഗ്രാമിൽ വെച്ച് കണ്ടത്. പ്രോഗ്രാമൊക്കെ കിട്ടിയോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര അതിശയത്തിലാണ് ഇവർ, ഭയങ്കര സന്തോഷത്തിലിരിക്കുകയാണ് ബാക്കി നമ്മുടെ വീട്ടിലുള്ള കണ്ടസ്റ്റൻറ്റുകൾ. ഷോ നന്നായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിക്ക് സ്വീകാര്യതയുണ്ട്, നല്ല സപ്പോർട്ടൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പാനി. നമ്മുടെ സീസൺ 7 ഗംഭീരമാണെന്ന് പറയുന്നുണ്ട്. അവർ 6 കണ്ടസ്റ്റൻറ്റും ആ അപ്പാനി വന്നതിന് ശേഷം അപ്പാനിക്ക് ഒപ്പം ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയിട്ട് അടുക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല ഷാനവാസ്. ഞാൻ ഉൾപ്പെടുന്ന ചെറുതായിട്ടെങ്കിലും എല്ലാവർക്കും ഇതിനകത്തൊരു പങ്കുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് എന്തോ ചേട്ടനും ഇതിനൊരു ഭാഗമാണ്, നീ കൂടുതൽ നന്മമരം കളിക്കല്ലേ എന്ന് അക്ബർ പറയുന്നുണ്ട് അപ്പാനിയോട്. നന്മമരം അല്ല, അത് പറഞ്ഞതാണെന്ന് അപ്പാനി പറയുന്നുണ്ട്. ഇവിടെ ഒരു പീസ്ഫുൾ ട്രീ ഉണ്ടെന്ന് അതിൽ അനുമോളെ ചൂണ്ടിയിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പം അക്ബർ പറയാണ് ഇവിടെ ഒരു നന്മമരം ഉണ്ട്, ഇവിടെ ഒരു നന്മമരം മാത്രം മതിയെന്ന് പറയുന്നു. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നത്, നന്മമരം എന്നാണ് പറയുന്നത്. അതിപ്പോൾ ശരത്തേട്ടൻ അറിയാമല്ലോ എന്ന് നമ്മുടെ ആദില പറയുന്നുണ്ട്. അപ്പാനി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഷാനവാസ് പാസ് ചെയ്തതിൽ കൂടെ പോകുന്നുണ്ട്. ജസ്റ്റ് അപ്പാനിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്, ഒന്നും സംസാരിക്കുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് എത്ര വലിയ ശത്രുവാണെങ്കിൽ കൂടി നമ്മൾ ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഹായ് ബൈ പറയത്തില്ലേ. ടാസ്കുകളൊക്കെ നമ്മൾ വീട്ടിലിരുന്ന് കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റുകളൊക്കെ ഇങ്ങനെ ബാക്കിലോട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഓടുന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലിരുന്നിട്ട് അങ്ങ് ഇൻട്രസ്റ്റിൽ ഇങ്ങനെ പറയുമെന്ന് അപ്പാനി പറയുന്നുണ്ട്. നെവിൻ പറയുന്നുണ്ട് അക്ബർ എനിക്ക് 40,000, അനുമോൾ എനിക്ക് 10,000, അനീഷേട്ടൻ എനിക്ക് 6,000, 100 50,000, അങ്ങനെ ഓരോരുത്തരും നെവിന് കൊടുത്ത പൈസയുടെ കണക്കൊക്കെ അപ്പാനിയോട് പറയുന്നുണ്ട്. ആ കാർ ടാസ്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടാസ്ക് ആയിരുന്നു. പക്ഷെ നിങ്ങളെ ആ ഒരു ഓടി വെളിയിൽ ഇറങ്ങിയിട്ട് അകത്ത് കയറുന്ന ആ ഒരു ടെൻഷൻ പിടിച്ച ടാസ്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഭയങ്കര ടെൻഷനായിരുന്നെന്ന് അപ്പാനി ശരത്ത് പറയുന്നുണ്ട്. ശരത്ത് സംസാരിക്കുന്നതിനിടയിൽ ആദിലയുടെ ചെവിയിലോട്ട് അക്ബർ എന്തോ പറയുന്നുണ്ട്. അക്ബർ ഇന്ന് രാവിലെ അനുമോളെപ്പറ്റി കുറേ കാര്യങ്ങൾ ഊഞ്ഞാലിരുന്നിട്ട് ആദിലയോട് പറഞ്ഞു. അതിന് ശേഷം ആദിലയും അനുമോളും കൂടെ തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തായാലും ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ലൈവിൽ കാണുന്നത് മാത്രമാണ് പറയുന്നത്. നമ്മുടെ ആരുമല്ല ഇവർ, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ എന്നിട്ട് അതിൻ്റെ തൊട്ട് പുറകെ ആദില ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ശൈത്യ കണ്ടായിരുന്നോ? ശൈത്യയുടെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട്, ശൈത്യ വിളിച്ചായിരുന്നോ? അപ്പം അക്ബർ തന്നെ പറയാണ് പുറത്തെ കാര്യമൊന്നും ഇനി കണക്ട് ചെയ്ത് ആരും ചോദിക്കാൻ നിൽക്കണ്ട, അതൊക്കെ പിന്നെ അത് പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. എന്തുമായാലും അക്ബർ ആദിലയുടെ ചെവി തീർച്ചയായിട്ടും ചോദിച്ചത് ശൈത്യയുടെ കാര്യമാണ്. പക്ഷേ ശൈത്യയുടെ പേര് കേട്ടത് അനുമോൾ അങ്ങനെ ചോദിക്കുമെന്ന് ആദില കരുതിയതേ ഇല്ല. എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നോക്കിയേ. മറ്റൊരാളെ തോൽപ്പിക്കാൻ നിൽക്കാതെ സ്വയം ജയിക്കണമെന്നൊരു ചിന്ത ഇവർക്കില്ലാത്ത എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല.